ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ് വിഷ്ണു. നമ്മളിൽ പലർക്കും നേരിടുന്ന പ്രശ്നമാണ് സ്റ്റേജ് ഫിയർ അഥവാ സഭാകമ്പം. ഇത് എങ്ങനെ മാറ്റാം? ഐ വിൽ ഗിവ് യു എ സൊല്യൂഷൻ. ഫസ്റ്റ് പോയിന്റ്, ജഡ്ജ്മെന്റ്. നമ്മൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. ആദ്യം തന്നെ ആ ഒരു തോട്ട് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. എന്തിനാണ് നമ്മൾ വറീഡ് ചെയ്യണത്? മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് സമയം കളയരുത്. ഈ മറ്റുള്ളവരൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തരില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം വറി ചെയ്യുന്ന ടോപ്പിക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് പൂർണ്ണമായി ഒഴിവാക്കുക. അവരൊന്നും വിചാരിക്കത്തില്ല. നിങ്ങൾ നിങ്ങളായിരിക്കുക. നമ്പർ 2, കോൺഫിഡൻസ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് പലർക്കും അറിയാം, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ വെറും 0 ആയിരിക്കും. സോ എൻ്റെ ലൈഫിൽ എൻ്റെ സ്കൂൾ എക്സാമിലാണെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും സ്റ്റേജിൽ കയറാൻ മടിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഇന്ന് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ സ്റ്റേജിൽ കയറാൻ മടിക്കുന്നവരുണ്ടായിരിക്കാം. അതെന്തായിരിക്കും? കോൺഫിഡൻസ് കുറവ്. എന്തിനാണ് നിങ്ങൾ കോൺഫിഡൻസ് കുറവ് കാണിക്കുന്നത്? കോൺഫിഡൻസ് വീണ്ടെടുക്കുക. കോൺഫിഡൻസ് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി കാര്യങ്ങൾ ശരിയാവും. നമ്പർ 3, കറേജ്. നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യക്കുറവായിരിക്കും നിങ്ങളെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള പേടി നിങ്ങൾ പൂർണ്ണമായി മാറ്റുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ധൈര്യത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉറപ്പാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒടുക്കത്തെ പേടിയാണ്. അതുകൂടാതെ തന്നെ നമ്മളൊരു ഇന്റർവ്യൂ ടാക്കിൾ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട്, പേടിക്കാറുണ്ട്. സോ പേടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് എത്തിച്ചേരും. നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒന്ന് സ്റ്റേജിലേക്ക് കയറി നോക്ക്. ഇനി ഏതെങ്കിലും വരുന്ന ഫംഗ്ഷനോ, സ്കൂൾ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കയറാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾ കയറുക. ഈ പറഞ്ഞ 3 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റേജ് ഫിയർ പൂർണ്ണമായി മാറ്റാൻ പറ്റും. സോ എൻ്റെ ഈ ഒരു 3 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മറക്കാതെ എന്നെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ദിസ് ഇസ് വിഷ്ണു സൈനിങ് ഓഫ്.